ഏതൊരു ശരീരം ജാതി മത ഭേദമന്യേ അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിച്ചു കൊടുത്ത 4 വീടുകൾ. ഏതാണ് ആ 4 വീടുകൾ? ഒന്ന് ബത്തുനിൽ ഉമ്മി, ഉമ്മയുടെ ഗർഭാശയം. ആ ഗർഭാശയമാകുന്ന വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു രണ്ടാമത്തെ വീടായ ദാറു ദുനിയ, ദുന്യവിയായ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന വീട്. ഈ വീട് കഴിഞ്ഞാൽ മൂന്നാമത്തെ വീടുണ്ട്, ദാറുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന വീട്. ആ വീടിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആ വീട് കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടവരാണ്. ദാറുൽ ഖറാർ, അൽ ജന്നത്തു അമിന്ന, എന്നൊന്നും നിലനിൽക്കുന്ന സ്വർഗമോ അല്ലെങ്കിൽ നരകമോ. അല്ലാഹു തആല സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 4 വീടുകളിലും 4 നിയമങ്ങളും 4 ബാധ്യതകളും പല രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ചിട്ടുള്ളത്. ഉമ്മയുടെ ഗർഭാശയം നമ്മൾ പരിശോധിച്ചാൽ അവിടെ നിയമങ്ങളില്ല, ശരീരത്തോട് നിയമമില്ല, ആത്മാവിനോടും നിയമങ്ങൾ ബന്ധിക്കുന്നില്ല. പക്ഷേ രണ്ടാമത്തെ വീടായ ദാറു ദുനിയ, ദുന്യവിയായ വീട്ടിലേക്ക് വന്നാൽ അവിടെ നിയമങ്ങൾ ബന്ധപ്പെടുന്നത്, കൽപ്പനകൾ സ്വീകരിക്കപ്പെടേണ്ടത്, വിരോധനകൾ ഒഴിവാക്കി കളയേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ബാധ്യത. അവിടെ ആത്മാവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും കൽപ്പിക്കുന്നില്ല. ദുന്യവിയായ വീട്ടിലുള്ള നിയമങ്ങൾ ബന്ധപ്പെടുന്നത് മുഴുവനും നമ്മുടെ ശരീരത്തോട്. മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, വജുഇല അഹ്കാമു ദുനിയ അലൽ അബ്ദാൻ, ദുന്യവിയായ നിയമങ്ങൾ ബന്ധപ്പെടുന്നത് ശരീരത്തോട്. വൽ അർവാഹു തബഉൻ ലഹ, ശരീരത്തോട് നിയമങ്ങൾ ബന്ധപ്പെടുന്നുവെങ്കിലും ആത്മാക്കൾ അതിനോട് പിന്തുടരുകയാണ്. എന്റെയും നിങ്ങളുടെയും ശരീരമെല്ലാം ശരീരത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിച്ച ഒരു പ്രത്യേകതരം സൃഷ്ടിയാണ് ആത്മാവ്. നേരെ മറിച്ചോ ബർസഖിയായ ലോകത്തേക്ക് കടന്നാൽ അവിടെ നിയമങ്ങൾ ബന്ധപ്പെടുന്നത് നമ്മുടെ ശരീരത്തോടല്ല. നേരെ തങ്ങൾ ശരീരമാരി ഇങ്ങനെ നോക്കണ എവിടെയാ ശരീരത്തോട്. നിങ്ങൾ 1 വേ ടിക്കറ്റ് എടുക്കരുത്. അല്ല, ഞാൻ തമാശ, ഇത് കാര്യത്തിൽ പറയാം. കുറച്ചൊക്കെ ഇങ്ങോട്ടും പറഞ്ഞു. അല്ലാഹു തആല നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. ആ ബർസഖിയായ ലോകത്തേക്ക് ചെന്നാൽ അവിടെയുള്ള നിയമം ബന്ധപ്പെടുന്നത് ആത്മാവിനും. എന്നിട്ടോ വജുഇല അഹ്കാമുൽ ബർസഖി അലൽ അർവാഹ് ഫകമാ തബത്തിൽ അർവാഹുൽ അബ്ദാന ഫീ അഹ്കാമി ദുനിയ, ദുന്യവിയായ നിയമത്തിൽ ശരീരത്തോട് ആത്മാവ് ബന്ധപ്പെടുന്നത് പോലെ ഖബറിലുള്ള നിയമങ്ങൾ ബന്ധപ്പെടുന്നത് ആത്മാവിനോടെയാണെങ്കിലും ശരീരത്തോട് അതിന് ചെറിയ ഒരു ബന്ധം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. ആത്മാവിന് വേദനിക്കുമ്പോൾ ശരീരം വേദനിക്കും. ദുന്യാവിൽ ശരീരം വേദനിച്ചപ്പോൾ ആത്മാവിന് അത് എഫക്ട് ചെയ്യും. എന്നതുപോലെ തന്നെ ഖബറാകുന്ന വീട്ടിൽ ആത്മാവിന് വേദന അനുഭവിക്കുമ്പോൾ, സുഖമനുഭവിക്കുമ്പോൾ അതിൽ ഒരു ചെറിയ വിഹിതം നമ്മുടെ ശരീരത്തിനും ഏൽക്കേണ്ടി വരും. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അവസാനം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, വജുഇല അഹ്കാമുൽ ആഖിറ, ആഖിറമാകുന്ന ദാറുൽ ഖറാർ, എന്നൊന്ന് നിലനിൽക്കുന്ന സ്വർഗമോ നരകമോ,
അവിടെയുള്ള നിയമങ്ങളും അവിടെയുള്ള അനുഗ്രഹങ്ങളും അത് ബന്ധപ്പെടുന്നത് അലൽ അർവാഹി വൽ അബ്ദാനി മഅൻ. അവിടെ ശരീരത്തിനുമുണ്ട് ബന്ധം, ആത്മാവിന് ബന്ധം. രണ്ടിനോടും ഒരുപോലെയാണ് ഈ പറയപ്പെടുന്ന നിയമങ്ങൾ ബാധകമാവുന്നത്. ഓ എന്റെ സഹോദരന്മാരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് യാത്ര തുടർന്ന് നമ്മൾ രണ്ടാമത്തെ വീടായ ദുന്യവിയായ വീട്ടിലേക്ക് എത്തിപ്പെട്ടവർ. ഇവിടെ നിന്ന് എപ്പോൾ യാത്ര പറയുന്നു? ഈ വീട് മറ്റൊരു വീട്ടിലേക്ക്, ഈ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് എപ്പോൾ പോകുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയും. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ ഏത് ഭൂമിയിൽ നിന്ന് പടച്ചോ, ഏത് മണ്ണിന്റെ അംശമാണ് അവന്റെ ശരീരത്തിലുള്ളതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തെ മടക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ സാധുവായി എന്റെ ശരീരത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കാൻ ഒരു മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം ആത്മാവിനും ശരീരത്തെ പടക്കാൻ അല്ലാഹു മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മണ്ണ് പല ഭാഗങ്ങളിൽ നിന്നാണ് അല്ലാഹു തആല സെലക്ട് ചെയ്തത്. ഈ മണ്ണ് എവിടെ നിന്നെടുത്തോ അവിടെയേ നമ്മെ മറവ് ചെയ്യപ്പെടുകയുള്ളൂ. ചില ആളുകൾ ഗൾഫിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു ഇങ്ങോട്ട്, പക്ഷേ അവർ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ മരണം അവിടെ സംഭവിക്കുന്നു. ഖബറടം അവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതുപോലെ നടക്കുകയും ചെയ്യും. അവിടെ അവരുടെ ശരീരത്തിന്, ഭൗതിക ശരീരത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ ശരീരത്തെ മറവ് ചെയ്യപ്പെടുന്നത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മണ്ണിനെ എവിടെ നിന്നെടുത്തോ അവിടെ തന്നെയായിരിക്കും. അല്ലാഹു തആല ഒന്നിരിക്കൽ നമ്മുടെ മയ്യത്തിനെ മദീനത്തെ മുനവ്വറ പരിസരത്ത് മദീനയിൽ മറവ് ചെയ്യപ്പെടുന്നവരാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ഫാത്തിഹയും യാസീനും മക്കളുടെ സിയാറത്തും എല്ലാം അനുഭവിക്കണം നമ്മുടെ സ്വന്തം നാട്ടിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ എന്റെ സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറതൻ നുഖ്റാ. എല്ലാ ആളുകൾക്കും പരിചയമുള്ള ഒരു ആയത്താണിത്. സൂറത്ത് ത്വാഹയുടെ 55-ാമത്തെ ആയത്ത്. മിൻഹാ ഖലഖനാകും. ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കപ്പെടുമ്പോ ആ മയ്യത്തിനെ വെക്കപ്പെടുന്ന സമയത്ത് നമ്മോട് വാരിയിടാൻ പറഞ്ഞ 3 പിടി മണ്ണ്, ആ മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലൽ സുന്നത്തായി നമ്മളെല്ലാം അനുവർത്തിക്കുന്ന ദിക്ർ മിൻഹാ ഖലഖനാകും. ഈ മണ്ണിൽ നിന്നാണ് നമ്മൾ നിങ്ങളെ പടച്ചിട്ടുള്ളത്. വഫീഹാ നുഈദുകും. ഈ മണ്ണിലേക്ക് തന്നെയായിരിക്കും നിങ്ങളെ നമ്മൾ മടക്കുകയും ചെയ്യുക. വമിൻഹാ നുഖ്രിജുകും തറതൻ നുഖ്റാ. ഇതേ മണ്ണിൽ നിന്ന് തന്നെ പിന്നീട് ഒരു ദിവസം നമ്മൾ പുനർജന്മം കൊടുത്തുകൊണ്ട് നിങ്ങളെ പുനർജന്മം നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ അറിയോ വഫീഹാ നുഈദുകും എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏതൊരു ഭൂമിയിൽ നിന്ന് നിങ്ങളെ പടച്ചോ അതേ ഭൂമിയിലേക്ക് തന്നെയാ നിങ്ങളെ മടക്കപ്പെടുക എന്ന് ധ്വനിപ്പിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനം വിശദീകരിക്കുമ്പോ മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഫീഹാ നുഈദുകും. ഈ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നമ്മൾ മടക്കുമെന്ന് പറഞ്ഞാൽ ഇന്നൽ മൗതി ബിദ്ദഫിനി ഫിൽ മൗദിഇ അല്ലദീ ഉഖിദ തുറാബുകും മിൻഹാ. നിങ്ങളെ പടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മണ്ണിന്റെ അംശമാണോ നിങ്ങളെ ശരീരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതേ ഭൂമിയിലേക്ക് തന്നെയായിരിക്കും നിങ്ങളെ മണ്ണ്, നിങ്ങളെ ശരീരത്തെ മണ്ണോട് ചേർക്കപ്പെടുക എന്ന് പരിശുദ്ധ ഖുർആൻ. ഖാലല്ലാഹു അസ്സ വജൽ. മഹാനായ അഷ്റഫുൽ വറാ
റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടക്കാൻ അല്ലാഹു തആല ഉപയോഗിച്ച മണ്ണ് മദീനയുടെ മണ്ണാണ്. അബൂബക്കറിന്റെ ശരീരം പടച്ചത് മദീനയുടെ മണ്ണ് കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മയ്യത്തിലെ ശരീരത്തിനെ അല്ലാഹു തആല പടച്ചതും മദീനയുടെ മണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയല്ലയോ ഹബീബിന്റെ കാലിന്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളൊക്കെ തലയുടെ തുടക്കം വെക്കുന്നു. അത് കഴിഞ്ഞാൽ ഉമർ തങ്ങളുടെ മയ്യത്ത് കിടക്കുന്നു. അവരുടെ മണ്ണെല്ലാം ഒരേ മണ്ണ് തന്നെയാണ്. മഹാനായ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വരുമ്പോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷം ഈസാ നബിയെ മറവ് ചെയ്യപ്പെടുന്നത് മദീനത്തെ മുനവ്വറക്കുള്ളിലാ. കാരണം ഈസാ നബിയുടെ മണ്ണ് മദീനയുടെ മണ്ണാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ലമ്മാ ഖലഖല്ലാഹു ആദം ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചപ്പോ ഇസ്തഖത്തിൽ അർദു ഇലാ റബ്ബിഹാ ഭൂമി അല്ലാഹുവിനോട് കംപ്ലൈന്റ് പറഞ്ഞു പോലും ലമ്മാ ഉഖിദ മിൻഹാ ഈ മണ്ണിനെ പരിശുദ്ധമായ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കാൻ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തപ്പോ ഈ ഭൂമി റബ്ബിനോട് പറഞ്ഞു കംപ്ലൈന്റ്, റബ്ബേ എന്റെ ശരീരത്തിൽ നിന്നാണോ ആദമിനെ പടക്കാൻ ഈ മണ്ണ് ഉപയോഗിക്കുന്നത് എന്ന് വിഷമം പറഞ്ഞ സമയത്ത് ഭൂമിയോട് പടച്ച റബ്ബിന്റെ ഒരു കരാറുണ്ട്. നിന്റെ ശരീരത്തിൽ നിന്ന് എത്ര മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ടോ അത് ആദമിനെയാണെങ്കിലും ആദമിന്റെ പിൻഗാമികളായി വരുന്ന അവിടുത്തെ മക്കളെയാണെങ്കിലോ അവരെ പടക്കാൻ എത്ര മണ്ണ് നിന്നിൽ നിന്നെടുത്തോ ആ മണ്ണൊന്നും ബാക്കി വെക്കുകയില്ല, നിനക്ക് തന്നെ തിരിച്ചു നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയോട് പറഞ്ഞു വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് إلا ويدفن في التربة الذي خلق منها. ഏതൊരു മണ്ണിൽ നിന്ന് പടച്ചോ ആ മണ്ണിലേക്ക് ശരീരം എത്തിപ്പെടുകയുള്ളൂ. അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി